അങ്ങനെ ഞാൻ ഇന്ന് ഈ ബാഗും തൂക്കി പോണത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പൊതിച്ചോറ് കഴിക്കാനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് പ്രവീണ. ഇവളും ഞാനും കൂടെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പാടത്ത് പോയിരുന്നിട്ട് പൊതിച്ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അവൾ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് പ്രവീണ കേസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ആ ഒരു വൈകിൽ കൂടെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ മനസ്സിന്. കാരണം നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി ഇത്തിരി സന്തോഷമാണെങ്കിലും ഇത്തിരി നേരമാണെങ്കിലും അത് കണ്ടെത്താൻ കഴിയണം. എപ്പോഴും സങ്കടപ്പെട്ടിരുന്ന അതിനുള്ള നേരം കിട്ടുക. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ഈ ഒരു തോടിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തോട് മുറിഞ്ഞ് കിടന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴാണ് ഒരൊറ്റപ്പെട്ട് കിടക്കുന്ന വൃക്ഷം കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെയുള്ള പാടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഭാഗമായിട്ട് ഇങ്ങനെ നെൽകൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതിച്ചോറ് തുറന്നിട്ട് ഫസ്റ്റ് നോക്കുന്ന സാമ്പാർ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ലീക്കായിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് കവറിലാക്കിയിട്ട് അത് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ ലീക്കാവോ എന്നുള്ളൊരു പേടിയായിരുന്നു. കാരണം അത് പോവുമോ എനിക്കറിയില്ലല്ലോ. ഇത് ഫസ്റ്റ് ടൈമാണല്ലോ നമ്മളിങ്ങനെ പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഈ സാമ്പാറിൻ്റെ പാത്രം ഇങ്ങനെ നോക്കിയിട്ടൊന്നും തുറക്കാൻ കിട്ടില്ല. അങ്ങനെ തട്ടിമുട്ടി മേടെയൊക്കെ നോക്കി തുറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ കഴിച്ചിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ ഇതൊക്കെ കൂടെ കൂട്ടി കഴിച്ച് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഉണ്ടാക്കിയ ഫുഡായതുകൊണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ആംബിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാക്കക്ക് കുറച്ച് കൊടുക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഉറുമ്പിൻ്റെ കൂട്ടാളികൾ എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാക്കക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വേസ്റ്റ് ഞങ്ങൾ തന്നെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട വൃക്ഷമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടുകൊടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ കുറേ നേരം പോയിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കടന്ന കുറേ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു വട്ടം ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.